ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മോക്ക് ടെസ്റ്റ് സീരീസിൽ 5ാമത്തെ എക്സാമാണിന്ന്. ഫിസിക്സിൽ തന്നെ തരംഗചലനവും ശബ്ദവും എന്ന നമ്മുടെ ഈ 3ാമത്തെ ടോപ്പിക്കാണ്. അളവുകളും യൂണിറ്റുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചലനവും ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കാണ് തരംഗചലനം, ശബ്ദം. ഇതിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്ന്. 40 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത. തെർമോമീറ്റർ, ഹൈഗ്രോമീറ്റർ, സീസ്മോഗ്രാഫ്, അൾട്ടിമീറ്റർ ഇവയൊന്നുമല്ല. 2001 എൽ പി സ്കൂൾ ടീച്ചർ 2001 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണേത്? ഓപ്ഷൻ സി, സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഫ്രാസോണിക് ശബ്ദം. ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറഞ്ഞാൽ 20 കിലോ ഹെർട്സിൽ കൂടുതൽ, 200 കിലോ ഹെർട്സിൽ കൂടുതൽ, 20 ഹെർട്സിൽ കൂടിയത്, 20 ഹെർട്സിൽ കുറഞ്ഞത്. ഏതാണ് ആൻസർ വരുന്നത്? 20 ഹെർട്സിൽ കുറഞ്ഞ ശബ്ദങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? 20 ഹെർട്സിൽ കുറഞ്ഞ ശബ്ദങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത്? അൾട്രാ വയലറ്റ് രശ്മികൾ, സൂപ്പർസോണിക് ശബ്ദങ്ങൾ, അൾട്രാസോണിക് ശബ്ദങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ. ഏതാണ് വവ്വാലുകൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി, അൾട്രാസോണിക് ശബ്ദങ്ങളാണ് വവ്വാലുകൾ രാത്രി സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഏത്? ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം. സോളാർ, സോണാർ, സ്റ്റെല്ലാർ, ലൂണാർ. ഏതാണ്? സോണാർ. സോണാറാണ് ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സോണാർ എന്ന് പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദതരംഗത്തിൻ്റെ പ്രത്യേകതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ശബ്ദം എന്താണെന്ന്? ഒന്നാമത്തെ എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. 2ാമത്തെ എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. 3ാമത്തേത് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ഏതാണ് ആൻസർ വരുന്നത്? 1, 3, 4, 2, 3, 2, 4, 3, 4. ഏതാണ് ആൻസർ വരുന്നത്? ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണ്. അനുപ്രസ്ഥ തരംഗം ഏതാണ്? പ്രകാശമാണ് അനുപ്രസ്ഥ തരംഗം. അങ്ങനെ ഓർത്താൽ മതി. പ്രകാശമാണ് അനുപ്രസ്ഥ തരംഗം. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. സോ ഓപ്ഷൻ എ 1, 3, 4 എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഭൂകമ്പങ്ങൾക്ക് ഇൻഫ്രാസോണിക്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്നു. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ 1 and 3 ഓൺലി, ഓപ്ഷൻ ബി 1 and 2 ഓൺലി, ഓപ്ഷൻ സി 2 and 3 ഓൺലി, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1, 2, 3. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യമേ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ശരിയായതാണോ തെറ്റായതാണോ? സോ ഇവിടെ എന്താണ്? ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, ശരിയാണ് നമുക്ക് വേണ്ടത്. ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പിന്നെന്താണ്? വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. അതും എന്ത് പ്രസ്താവനയാണ്? അതും നമുക്കെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പിന്നെ എന്താണ്? സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശരിയാണോ ഇത്? സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? 1ഉം 2ഉം മാത്രമാണ് ശരി അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ 1, 3 ആണ് ഇവിടെ. അപ്പോൾ എന്താ? 1ഉം 2ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് 1 ഉള്ളതെല്ലാം നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇത് വരും ബി. 1, 2 മാത്രം. ഇവയാണ് നമുക്ക് ശരിയായ ആൻസർ. സോ 6ാമത്തേൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്.
സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാറിൽ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളത്. അൾട്രാസോണിക്, സൂപ്പർസോണിക്, ഇൻഫ്രാസോണിക്, അക്വസ്റ്റിക്. ഏതാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? 2 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 200 കിലോ ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഏതാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓക്കെ, അല്ലെങ്കിൽ 20 ഹെർട്സ് ടു എന്ത് വരും? 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ഇങ്ങനെയും തരും. ഇതും കറക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും 20,000 ഇങ്ങനെയും തരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്ര? അതായത് എവിടെ മുതൽ എവിടം വരെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അതിൽ താഴ്ന്ന പരിധിയാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഹെർട്സ്, 200 ഹെർട്സ്, 20 ഹെർട്സ്, 40 ഹെർട്സ്. ഏതാണ് ആൻസർ വരുന്നത്? ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2023 ചോദിച്ചതാണ്. പ്രിലിംസിൻ്റെ ഗാദി ബോർഡ് മെയിൻസ് എന്നാണ്? ജൂലൈ 30 ജൂലൈ 6 നമ്മുടെ UP എക്സാം. അത് കഴിഞ്ഞ് LP വരും. അത് കഴിഞ്ഞ് വരുന്നൊരു മെയിൻസ് എക്സാമാണ് ഗാദി ബോർഡ് LDC എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതുന്നവരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അപ്പോൾ അതിനൊക്കെ കൂടിയായിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി 20 ഹെർട്സ് ആണ്. ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഹെർട്സ്, ന്യൂട്ടൺ, മീറ്റർ, ഡെസിബൽ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ഡെസിബലാണ്. സംഗീതത്തിലെ ശബ്ദസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ദ, നി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏതെന്ന്? സരിഗമ പദനി പറയുമ്പോൾ ആവൃത്തി ഏറ്റവും കൂടിയത് ഏതിനാണ്? ഓപ്ഷൻ ഡി നീക്കാണ് ഏറ്റവും കൂടിയ ആവൃത്തിയുള്ളത്. 2022 +2 ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ശബ്ദത്തിൻ്റെ മാധ്യമം മാറുവാണല്ലേ. അപ്പോൾ അവിടെ ഏതാണ് മാറ്റമില്ലാതെ തുടരുന്നതെന്ന്? വേഗതയ്ക്ക് മാറ്റമുണ്ടാകും. വേഗത, തീവ്രത, തരംഗ ദൈർഘ്യം, ആവൃത്തി. ഇതിലേതിനായിരിക്കും മാറ്റമില്ലാതെ തുടരുന്നത്? ഓപ്ഷൻ ഡി ആവൃത്തിക്കാണ് മാറ്റമില്ലാതെ. ബാക്കി എല്ലാത്തിലും എന്ത് സംഭവിക്കുന്നുണ്ട്? മാധ്യമം മാറുമ്പോഴേക്കും അതിനെല്ലാത്തിനും മാറ്റം സംഭവിക്കുന്നുണ്ട്. ആവൃത്തിക്കാണ് മാറ്റമില്ലാതെ തുടരുന്നത്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? 13ാമത്തെ ക്വസ്റ്റ്യൻ. ശൂന്യതയിൽ, വെള്ളത്തിൽ, വായുവിൽ, ഖരവസ്തുക്കളിൽ ഏതിലാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ ഡി ഖരവസ്തുക്കളിൽ. ശൂന്യതയിൽ എന്താണ്? വായു സഞ്ചരിക്കില്ല അല്ലേ? നമുക്കറിയാം വായുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് ശൂന്യാകാശത്ത് നമുക്ക് ശബ്ദം കേൾക്കാനോ കഴിയാത്തത്. പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ ഊർജ്ജ തരംഗമാണ് ഏത്? മാധ്യമം ആവശ്യമായതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശതരംഗം, ശബ്ദതരംഗം, റേഡിയോ തരംഗം, ഗാമ തരംഗം ഇവയൊന്നുമല്ല. എവിടെയാണ് മാധ്യമം ആവശ്യമായി വരുന്നത്? അറിയാമല്ലേ, ശബ്ദതരംഗമാണ്. ശബ്ദതരംഗത്തിനാണ് എന്താവശ്യമുള്ളത്? മാധ്യമം ആവശ്യമുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ്? മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നത് എത്രയാണ്? 140, 120, 60, 90. ഏതിലാണ് മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ ബി 120 ഡെസിബൽ. 120 ഡെസിബൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ്റെ ചെവിക്ക് ഭയങ്കര വേദനയായിരിക്കും. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത ഏത്? ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത 16ാമത്തെ ക്വസ്റ്റ്യനാണ്. 120 ഡെസിബലിന് മുകളിൽ, 90 ഡെസിബലിന് താഴെ, 95 ഡെസിബൽ ആയിരിക്കും, 90 ഡെസിബലിന് മുകളിലായിരിക്കും. ശബ്ദമലിനീകരണത്തിന് കാരണം പറയുന്നത് ഓപ്ഷൻ ഡി 90 ഡെസിബലിന് മുകളിലാണെങ്കിലാണ് എന്ത് പറയുന്നത്? അത് ശബ്ദമലിനീകരണമാണെന്ന് പറയുന്നത്. സമുദ്രങ്ങളുടെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സമുദ്രങ്ങളുടെ ആഴമളക്കാൻ മെയിലർ, എക്കോ സൗണ്ടർ, അൾട്ടിമീറ്റർ, ഓഡിയോമീറ്റർ. ഏതാണ് സമുദ്രങ്ങളുടെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്നത്?
ഓപ്ഷൻ ബി എക്കോ സൗണ്ടറാണ് സമുദ്രങ്ങളുടെ ആഴമളക്കാനായി ഉപയോഗിക്കുന്നത്. ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിൽ, ശുദ്ധജലത്തിൽ, ശൂന്യതയിൽ, വായുവിൽ. ഏതിലായിരിക്കും? ഓപ്ഷൻ എ അലൂമിനിയത്തിൽ. ഒരു ഖരവസ്തുക്കളിലാണ് ഏറ്റവും കൂടുതൽ, അതായത് എങ്ങനെയാണ് ഖരം, ദ്രാവകം, വാതകം. ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഏതാണ്? ദ്രാവകം. അത് കഴിഞ്ഞ് ഏതാണ്? ഖരം, ദ്രാവകം, വാതകം. ഈ ഓർഡറിലായിരിക്കും ശബ്ദം ഏറ്റവും കൂടുതൽ. ഖരത്തിലായിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഖരമായിട്ടുള്ളത് അലൂമിനിയം അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അലൂമിനിയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഏതിനാണ്? വേഗത, തരംഗദൈർഘ്യം, ആവൃത്തി, തരംഗദൈർഘ്യം, ആവൃത്തി, വേഗത, തീവ്രത, ആവൃത്തി. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ, ആവൃത്തിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റു മാധ്യമത്തിലേക്ക് ശബ്ദം കടന്നു പോകുമ്പോൾ ആവൃത്തിക്ക് എന്താണ്? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സോ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ വേഗതയും തരംഗദൈർഘ്യവുമാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. സോ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മലയുടെ താഴ്വാരത്ത് നിന്ന് ഒരാൾ കൈകൊട്ടുന്നു. 4 സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു. സെക്കൻഡിൽ 340 മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും? ശബ്ദവുമായി ബന്ധപ്പെട്ട് നമ്മൾ LP സ്കൂൾ ടീച്ചർ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡാണെന്ന് തന്നിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി, വേഗത നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദൂരം ബൈ സമയമാണ് അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്ന എങ്ങനെയാണ്? ദൂരം ബൈ സമയം. വേഗത നമ്മൾ കണ്ടുപിടിക്കുന്നത് ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ദൂരം എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്ത് ഒരു മലയിൽ പോയി തട്ടി തിരിച്ചത് വന്നു. അപ്പോൾ ഇവിടെ എത്ര വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ മല. ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴേക്കും അത് എത്രയായി? 2D ആയി. ഡിവൈഡ് ബൈ സമയം T ആണ്. സോ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? D അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ദൂരമല്ലേ കണ്ടുപിടിക്കേണ്ടത്. D എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മലയും അയാളും തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ എങ്ങനെ വരും? V × T ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതായത് 340 വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത്. സമയം എത്രയാണ്? 4 സെക്കൻഡാണ്. ഡിവൈഡ് ബൈ 2. ഇതും കട്ടായി പോകും. ഇവിടെ 2 വരും. 340 × 2 എന്ന് പറയുന്നത് 680 മീറ്റർ ആണ്. സോ 680 മീറ്റർ. ഓപ്ഷൻ സി 680 മീറ്റർ ആണ് അയാളും മലയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഈ 2D എടുക്കണം. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. ഇവിടെ എന്താ? പ്രതിധ്വനിയാണ്. അതായത് മലയിൽ ഒരു വട്ടം തട്ടി, ഇതാണ് ഡിസ്റ്റൻസ്. പിന്നെ തിരിച്ചയാൾക്ക് കേൾട്ടു എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അങ്ങോട്ടുള്ള ദൂരം എടുക്കണം, ഇങ്ങോട്ടുള്ള ദൂരവും എടുക്കണം. അപ്പോൾ 2D വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏത്? രാമൻ ഇഫക്റ്റ്, ജൂൾ തോംസൺ ഇഫക്റ്റ്, ഡോപ്ലർ ഇഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഏതാണ് ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം? ഓപ്ഷൻ സി ഡോപ്ലർ ഇഫക്റ്റ് ആണ് ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം. അപ്പോൾ എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ നമ്മുടെ ചലന നിമിത്തം, അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുവാണ്, ഇവിടെ നിന്നൊരു ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ബസ് വരുന്നതിൻ്റെ അല്ലെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചൊരു ബസ് വരുവാണ്. ആ ബസ് നമ്മുടെ അടുത്തേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? നമുക്ക് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് കൂടി വരും. അതിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ വലിയൊരു സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ദൂരെ നിന്ന് നടന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ സൈറൻ കേൾക്കാൻ പറ്റും. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നവരെന്ന് ആ സൈറൻ്റെ ഒച്ച എന്താണ്? കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒന്നുകിൽ കേൾവിക്കാരൻ അല്ലെങ്കിൽ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെടുവിക്കുന്നത് അതിൻ്റെയോ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ചലനം നിമിത്തം നമുക്ക് ശബ്ദം നമുക്ക് കേൾക്കുന്ന ആവൃത്തി എന്താകും? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ആരാ ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത്? കുറച്ച് കണക്റ്റഡ് കാര്യം പറഞ്ഞു പോകാം. ആരാ ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത്? ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് ഡോപ്ലർ എഫക്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ. അതായത് നമ്മുടെ അന്തർവാഹിനി, അതേപോലെ വിമാനം എന്നിവയുടെയൊക്കെ വേഗത, വിമാനത്തിൻ്റെയൊക്കെ വേഗത കണ്ടുപിടിക്കുന്നത് ഈ ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗം മനസ്സിലാക്കുന്നത് ഈ ഡോപ്ലർ എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ നമുക്ക് എന്താണ്? ആംബുലൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും എന്താണ്? നല്ല ശബ്ദം കേൾക്കും അല്ലേ? കുറേ ദൂരത്തേക്ക് പോകുമ്പോഴേക്കും ആ ശബ്ദത്തിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെയും എന്താണ്? ഡോപ്ലർ എഫക്റ്റാണ് കാരണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വായു, ജലം, വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. എങ്ങനെയാണത് വരുന്നത്? ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അല്ലേ ഈ ഒരു കാര്യം. എങ്ങനെയാണ്? വായു, ജലം, ഇരുമ്പ്, വായു, ഇരുമ്പ്, ജലം, ജലം, വായു, ഇരുമ്പ്, ഇരുമ്പ്, വായു, ജലം. ഏതാണ്? നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഖരം ഏറ്റവും കൂടുതൽ ഖരത്തിനായിരിക്കും, അത് കഴിഞ്ഞ് ദ്രാവകത്തിനായിരിക്കും, അത് കഴിഞ്ഞ് വാതകത്തിനായിരിക്കും. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഖരം ആദ്യം വരുന്നത്? ഇരുമ്പ് ആദ്യം വരുന്ന ഏതാണ്? ഇത് അല്ല. ഇവിടെ എന്താ കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോണത്. കൂടി വരുന്ന ക്രമത്തിൽ. ഇപ്പം ഞാനും തിരിച്ചു വെച്ചേനെ. കൂടി വരുന്ന ക്രമത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യം എന്തായിരിക്കണം? ഏറ്റവും കുറഞ്ഞതായിരിക്കണം. അപ്പോൾ വാതകം ഏതാണ് ഇവിടെ? വായുവാണ് അല്ലേ. അപ്പോൾ വായു ഉള്ളത് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്താ കട്ട് ചെയ്യാം. വായു, പിന്നെ എന്താ വരേണ്ടത്? ദ്രാവകമാണ് വരേണ്ടത്. സോ അടുത്ത ഏതാണ്? ജലം, പിന്നെ ഇരുമ്പ്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇരുമ്പ്, ശൂന്യസ്ഥലം, ജലം, വായു തന്നിരിക്കുന്നവയിലാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഖരാവസ്തുക്കളിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒരേ ഒരു ഖരവസ്തു ഏതാണ്? ഇരുമ്പാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, അലൂമിനിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയായി ക്വസ്റ്റ്യൻ. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ജലം, മണ്ണ്, വായു, താപം. എന്താണ്? വായുവിൻ്റെ അഭാവം മൂലമാണ്. വായു എന്നൊരു മാധ്യമം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് കേൾക്കാൻ പറ്റാത്തത്? ശൂന്യാകാശത്തിലെ ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാത്തത്. മനുഷ്യർക്ക് സഹനീയമായ ഏറ്റവും ഉയർന്ന പരിധി ഏത്? 80 ഡെസിബൽ, 100 ഡെസിബൽ, 110 ഡെസിബൽ, 125 ഡെസിബൽ. ഏതാണ് മനുഷ്യർക്ക് സഹനീയമായത്? മാക്സിമം 125 ഡെസിബൽ വരെ നമുക്ക് സഹിക്കാനായിട്ട് പറ്റും. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതല തലത്തിൽ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്ര? 17 മീറ്ററിൽ കുറവ്. എത്ര അകലത്തിൽ? 34 മീറ്റർ. 17 മീറ്ററിൽ കൂടുതൽ. ഏതാണ് ആൻസർ വരുന്നത്? വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ എത്ര അകലം വേണമെന്ന് കുറഞ്ഞത്? 17 മീറ്ററിൽ കൂടുതൽ വേണം. കറക്റ്റ് പറഞ്ഞാൽ 17.2 മീറ്ററിൽ കൂടുതൽ വേണം. അതായത് ഇപ്പോൾ ഒരു റൂമാണെങ്കിൽ പോലും അതിൽ 17 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? പ്രതിധ്വനി കേൾക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ പറയുന്ന കാര്യം തിരിച്ച് കേൾക്കണമെങ്കിൽ മിനിമം 17 മീറ്റർ അകലമെങ്കിലും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി ഏത്? പ്രതിധ്വനി ഉപയോഗിച്ച്. പെൻഗ്വിൻ, മരംകൊത്തി, വവ്വാല്, കൊക്ക്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ സി വവ്വാലാണ് ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഡോപ്ലർ ഇഫക്റ്റ്, അനുരണനം, പ്രതിധ്വനി, അനുനാദം. ഡോപ്ലർ ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ എക്കോയാണ്. അനുരണനം, അനുനാദം. ഇത് രണ്ടിലും ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അനുരണനം, അനുനാദം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി അനുനാദമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് മാലിയബിലിറ്റി, സൊണാരിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിക് ലസ്റ്റർ. ഏതാണ് ആൻസർ വരുന്നത്? ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സൊണാരിറ്റി ആണ്. സൊണാരിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? കമ്പികൾ വലിച്ചു നീട്ടാനുള്ള കഴിവാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ. എന്താണ് മാലിയബിലിറ്റി? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താനുള്ള കഴിവ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? സ്വർണത്തിനും. അതേപോലെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? പ്ലാറ്റിനത്തിനുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് തരംഗങ്ങൾ ശൂന്യതയിൽ കൂടി കടന്നു പോകില്ല. ഏതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ട ഈ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഈ നമ്മളീ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ടൊന്നും ഒരു എക്സാമിന് ചോദിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ 30 ക്വസ്റ്റ്യൻ കണ്ടു. ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും എന്താണ് 30 അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടു. പക്ഷേ സെയിം റിപ്പീറ്റേഷൻ വന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം നോക്കിക്കേ, ഡാഷ് തരംഗങ്ങൾ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നില്ല. ഏതായിരിക്കും? ശബ്ദം, താപം, പ്രകാശം ഇവയൊന്നുമല്ല. ഏതായിരിക്കും? ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലേ ശബ്ദമാണെന്നുള്ളത്. 31ാമത്തെ ക്വസ്റ്റ്യൻ.
വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, 1200 മീറ്റർ പെർ സെക്കൻഡ്, 350 മീറ്റർ പെർ സെക്കൻഡ്. ഏതാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ് വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത. ദ ഫ്രീക്വൻസി ഓഫ് അൾട്രാസൗണ്ട് വേവ് ഈസ് ടിപ്പിക്കലി, അൾട്രാസൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന്? എബൌട്ട് 20,000, ബിലോ 20 കിലോ ഹെർട്സ്, അതേപോലെ എബൌട്ട് 20 കിലോ ഹെർട്സ്, ബിലോ 2 കിലോ ഹെർട്സ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? അൾട്രാസൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? എബൌട്ട് 20,000 ആണ്. 20,000 ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഇവിടെയും ഒരു കിലോ ഹെർട്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ നമ്മൾ പഠിച്ചു വയ്ക്കും അല്ലേ? പക്ഷേ ഇവിടെയും എന്താണ്? ഒരു പൂജ്യം കൂടി ഉണ്ട്. ഇവിടെയും എന്താണ്? കിലോ ഹെർട്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തെറ്റാണ്. കണ്ട, ആദ്യം തന്നെ അവർ തന്നിരിക്കുന്നത് നോക്കിക്കേ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആൻസർ ഏത് വരും? എബൌട്ട് 20 കിലോ ഹെർട്സ് ആണ്. എനിക്കും ഇത് തെറ്റിപ്പോയതാണ്. എബൌട്ട് 20 കിലോ ഹെർട്സ് ആണ്. സോ എന്താ ഒരു ആൻസർ? ഓപ്ഷൻ സി, എബൌട്ട് 20 കിലോ ഹെർട്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. 20 ഹെർട്സിൽ 20,000 ഹെർട്സിൽ കൂടുതലാണെങ്കിൽ അൾട്രാസോണിക്കും, 20 ഹെർട്സിൽ കുറവാണെങ്കിൽ എന്തായിരിക്കും അത്? ഇൻഫ്രാസോണിക്കും ആയിരിക്കും. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ കുറിക്കുന്ന പദം ഏത്? ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ കുറിക്കുന്ന പദം? അൾട്രാസോണിക്ക്, സൂപ്പർസോണിക്ക്, ഇൻഫ്രാസോണിക്ക്, സബ്സോണിക്ക്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, സൂപ്പർസോണിക്. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? 20,000 ഹെർട്സിൽ കൂടുതൽ. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിൽ കുറവ്. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയാണെങ്കിൽ എന്തായിരിക്കും? അത് സബ്സോണിക് ആയിരിക്കും. അതായത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ തന്നെയാണ് നമുക്ക് സബ്സോണിക് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്? ശബ്ദത്തേക്കാൾ 2 ഇരട്ടിയാണെങ്കിൽ സൂപ്പർസോണിക്, ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയാണെങ്കിൽ എന്ത് പറയും? അതിനെ ഹൈപ്പർസോണിക് എന്ന് പറയും. ഓക്കെ. ഇനി മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത, അത് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡാണ്. അതായത് നമ്മളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ചെവിയിൽ എത്രയാണ്? 1/10 സെക്കൻഡ്. വീക്ഷണ സ്ഥിരത എത്രയായിരുന്നു? 1/16 സെക്കൻഡാണ് വീക്ഷണ സ്ഥിരത. നമ്മളൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എത്ര നേരം നിൽക്കും? 1/16 സെക്കൻഡ് കണ്ണിൽ നിൽക്കും. അതേപോലെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ 1/10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ അത് ഉണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ, ഡെസിബൽ മീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഏതാണ് ആൻസർ? നമുക്കറിയാം അല്ലേ, ഡെസിബലാണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ്. എല്ലാം എന്താണ്? നമ്മൾ ഡെസിബലാണ് പറയുന്നത്. സോ എന്താണ്? ഡെസിബൽ മീറ്റർ ആണ്. സോണാർ ഉപയോഗിക്കുന്നത് ഭൂമിയുടെ ആഴമറിയാൻ, സുനാമി തിരകളറിയാൻ, മിന്നലിൻ്റെ വേഗത അറിയാൻ, സമുദ്രത്തിൻ്റെ ആഴമറിയാൻ. ഏതാണ് സോണാർ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി, സമുദ്രത്തിൻ്റെ ആഴമറിയാൻ. താഴെ പറയുന്നവയിൽ ശരിയായ വസ്തുതകൾ കണ്ടെത്തുക. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്താണെന്ന് ആൻസർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. ഗാൾട്ടൺ വിസിലിൻ്റെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ വസ്തുതയാണ്. അതാണ് ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സ് ആണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളും ഉണ്ടാകുന്നു. ഓക്കെ. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് ആണ്, നമ്മൾ പഠിച്ചതാണ്. അതായത് എന്താണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതും നമുക്കറിയാം. പിന്നെ എന്താ പറയുന്നത്? കടലിൻ്റെ ആഴം അളക്കുന്ന സോണാറിലും അൾട്രാസോണിക്കുമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉറപ്പായ കാര്യങ്ങളാണ്. ഈ ഗാൾട്ടൺ വിസിൽ മാത്രമായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലേക്ക് പോയി നോക്കിക്കേ. 1, 2, 3 നമുക്കറിയാം. 1, 3, 4 ശരിയാണെന്ന് നമുക്കറിയാം. ഈ 1, 3, 4 ഉള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. സോ ഒബ്വിയസ്ലി ഇവിടെ ഏതായിരിക്കും? എല്ലാം ശരിയായിരിക്കും. സോ ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏകദേശം 30,000 ആണ്. ബാക്കി ഈ 1, 3, 4 ഉള്ള ഓപ്ഷൻ വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ടാകും എപ്പോഴും. ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളേവ? റഡാറ്, എക്കോ സൗണ്ടർ, ഓഡിയോമീറ്റർ, ഹൈഡ്രോഫോൺ. 1, 2 മാത്രം, 1, 3 മാത്രം, 3, 4 മാത്രം, ഇവയെല്ലാം. ഏതായിരിക്കും ആൻസർ വരുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദത്തിൻ്റെ സഹായത്തോടെ ഇവയെല്ലാമാണ് ആൻസർ വരുന്നത്. ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ?
റഡാർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വളരെ താഴ്ന്ന ശബ്ദം റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ദൂരെയുള്ളതോ അതേപോലെ വേഗത്തിലുള്ളതോ ഒക്കെ ദൂരം അതേപോലെ ദിശ അവയുടെ സാന്നിധ്യം എന്നിവയൊക്കെ അറിയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് റഡാറിൻ്റെ എന്താണ് ഫുൾ ഫോം എന്താണെന്നറിയാവോ? റേഡിയോ ഡിറ്റക്റ്റിംഗ് ആൻഡ് റേഞ്ചിങ്. ഇതാണ് റഡാറിൻ്റെ ഫുൾ ഫോം, റേഡിയോ ഡിറ്റക്റ്റിംഗ് ആൻഡ് റേഞ്ചിങ്. ഇനി എന്താണ് എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞാൽ? ശബ്ദതരംഗങ്ങൾ അയച്ചിട്ട് സമുദ്രത്തിൻ്റെയും ജലാശയത്തിൻ്റെയും ആഴം മനസ്സിലാക്കാനാണ് എക്കോ സൗണ്ടർ ഉപയോഗിക്കുന്നത്. എന്താണ് ഓഡിയോമീറ്റർ എന്ന് പറഞ്ഞാൽ? ശബ്ദ തീവ്രത അളക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ എന്ന് പറഞ്ഞാൽ. എന്താ ഹൈഡ്രോഫോൺ എന്ന് പറഞ്ഞാൽ? ഇതേപോലെ തന്നെ ജലത്തിനടിയിലെ ശബ്ദത്തിനെ പറ്റി അളക്കാനാണ്. ജലത്തിൻ്റെ അടിയിലെ ശബ്ദം അളക്കാനായിട്ട് ആണ് ഹൈഡ്രോഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം ശബ്ദത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതേപോലെ കുറേ ഉണ്ട്. നമ്മുടെ സോണോമീറ്റർ ഉണ്ട്, ശബ്ദ പരീക്ഷ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാധനമാണ് സോണോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓസിലോസ്കോപ്പ് ഉണ്ട്, ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ഫാത്തോമീറ്റർ ഇതേപോലെ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ഇത് ഫാത്തോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഡെസിബൽ മീറ്റർ എന്തായിരുന്നു? ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാ? താഴ്ന്ന ശ്രുതിയുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. ഉയർന്ന ശ്രുതിയുള്ള തരംഗങ്ങളുടെ കൂട്ടമാണ് ഏത്? ബാസ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, താഴ്ന്ന ശ്രുതിയുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 ശരി, 2, 3 ശരി, 1, 3 ശരി, 3 മാത്രം ശരി. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി 3 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. താഴ്ന്ന ശ്രുതിയുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ അല്ല, അതാണ് ബാസ് എന്ന് പറയുന്നത്. ഉയർന്ന ശ്രുതിയുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ഏത്? ബാസ് അല്ല, അതാണ് ട്രബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 മാത്രമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, അത് കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? 3 മാത്രമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? തെറ്റായ പ്രസ്താവന. തെറ്റാണ് നമുക്ക് വേണ്ടത്. വവ്വാൽ, ജിറാഫ് എന്നിവ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഡോൾഫിൻ അൾട്രാസോണിക് തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? വവ്വാൽ, ജിറാഫ് ഇൻഫ്രാസോണിക് ആണ്. പക്ഷേ വവ്വാൽ എന്താണ്? വവ്വാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൾട്രാസോണിക് ആണെന്ന്. സോ ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ നമുക്ക് ഇത് ആൻസറിൽ വേണം. സോ നമുക്ക് ഏതൊക്കെ എടുക്കാം? ഇതും മാറ്റാം. കാര്യം തെറ്റായ ഇത് മാറ്റാൻ പറ്റില്ല. ഇത് നമുക്ക് മാറ്റാം. കാര്യം ഇവിടെ 1 തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ 3 വരാം. നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡോൾഫിൻ എന്ത് ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്? ഡോൾഫിൻ അൾട്രാസോണിക് തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. വവ്വാലും ഡോൾഫിനൊക്കെ അൾട്രാസോണിക് തരംഗങ്ങളാണ്. അപ്പോൾ ഇതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. സോ ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ നമുക്ക് മാറ്റാം. പിന്നെ ഉള്ളത് ഏതാണ്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാറ്റാം. സോ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ആൻസർ ഏതാണെന്നറിയാം. സി ആണ്. 1ഉം 3ഉം ആണ് തെറ്റ. പിന്നെ 3ഉം കൂടി നമുക്ക് നോക്കണ്ടേ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. ആണോ? ഭൂകമ്പവും അഗ്നിപർവ്വതമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്? ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഇൻഫ്രാസോണിക്. സോ ആൻസർ ഏത് വരും? 1, 3 എന്നിവയാണ് തെറ്റ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 3 എന്നിവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ 1 ശരി, 2 തെറ്റ്, 1 തെറ്റ്, 2 ശരി, 1ഉം 2ഉം തെറ്റ്, 1ഉം 2ഉം ശരി. ഏതാണ്? ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കർ ആണോ? അല്ല. ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്?
തിരിച്ചാ ചെയ്യുന്നത്. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന സാധനമാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ശബ്ദങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന സാധനം ഏതാണ്? മൈക്രോഫോണാണ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന ശബ്ദം വൈദ്യുതിയായിട്ട് മാറി അതവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അത് ശബ്ദമായി പുറപ്പെടുവിക്കുന്ന സാധനമാണ് ഏത്? ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ. സോ ആൻസർ ഏത് വരും? 1ഉം 2ഉം തെറ്റാണ് ഇവിടെ. അപ്പോൾ സോ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ഇവിടെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ 40 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമുക്കിവിടെ തീരുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല കട്ടയ്ക്ക് പഠിക്കുക. ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും നിങ്ങളുടെയൊക്കെ പേരുണ്ടാവണം. ഓക്കെ, താങ്ക് യു.